അപ്പൊ എങ്ങനെ തിന്നണം, എപ്പോൾ തിന്നണം, എത്ര തിന്നണം, എന്താണ് തിന്നേണ്ടത്, 4 കാര്യങ്ങൾ മിക്കവാറും ജനങ്ങൾക്കറിയില്ല. ഇന്നിപ്പോ നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രമേഹ രോഗം കൂടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഒരുപക്ഷെ മംഗലാപുരം പോലത്തെ ടൗണും അതിനോടടുത്ത പ്രദേശങ്ങളിലൊക്കെ മൈദയുടെ ഉപയോഗം ഒരുപക്ഷെ കൂടുതലായിരിക്കും. എനിക്കറിയില്ല, ഇവിടെ മൈദ എന്ന് പറയുന്ന വസ്തുവിന്റെ ഉപയോഗം കൂടുതലായിരിക്കും. നിങ്ങളിൽ ഇനി ആർക്കെങ്കിലും പ്രമേഹം വരാത്ത ആൾ ഉണ്ടെങ്കിൽ ഓർക്കൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും പ്രമേഹം, എനക്കും ഒരു വിത്തൗട്ട് കുടിക്കണത് ഒരു പൂതിയുണ്ട്. അങ്ങനെയുണ്ടല്ല, സാസിലൊക്കെ വരുമ്പോൾ ഓനിക്ക് സ്പെഷ്യൽ ചായല്ലോ കൊടുക്കണം വിത്തൗട്ട്. അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം പ്രമേഹം വരാൻ. ആഴ്ചക്ക് ഒരു 3 ഊട്ട പൊറോട്ട തിന്നാൽ മതി. എത്ര ഊട്ടോ? 3 പ്രാവശ്യം മതി. എത്ര പ്രാവശ്യം പറഞ്ഞ കൂടിയിട്ടില്ല? പൈസ കിട്ടും, പൈസ ഉണ്ടാവില്ലേ? ആഴ്ചയിൽ ഒരു 3 തവണ പൊറോട്ട തിന്നാൽ മതി. എന്താ നിങ്ങൾ പറ്റേൽ പെട്ട് ഏതില്? വിത്തൗട്ടിൽ. മൈദയുടെ ഉപയോഗം വർദ്ധിച്ചു. ക്യാൻസറിനെ കുറിച്ച് എല്ലാവർക്കും പരാതിയാണ്. നിങ്ങൾക്കും ആ കാറ്റഗറിയിൽ വരണം എന്നുള്ളത് ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. വേണമെങ്കിൽ പറഞ്ഞുതരാം. വേഗം ക്യാൻസറുള്ള രോഗിയായിട്ട് ഇങ്ങനെ നടക്കാല. ഇടയ്ക്കിടെ 7up, പിന്നെ ഷവർമ, ബർഗർ, ഇങ്ങനെ ഇടപെട്ടിട്ട് മതി. എല്ലാ ദിവസവും വേണ്ട, കഴിച്ചാൽ മതി. അപ്പം കയറി വരെ കുറേ വർഷം. മംഗലാപുരം ഭാഗത്തെ വലിയ കോളേജുകളിൽ പഠിക്കുന്ന 43 ചെറുപ്പക്കാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാൻസർ രോഗം പിടികൂടി ചികിത്സ ഇല്ലാത്തതിന്റെ പേരിൽ മരണം എപ്പോ വരുമെന്നറിയാതെ 21 വയസ്സിന് താഴെയുള്ള 43 ചെറുപ്പക്കാര്, ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കുക. എന്തേ രോഗം? മലാശയത്തിൽ ക്യാൻസറാ. എന്തേ വന്നത്? കോളേജ് കഴിഞ്ഞ് ഫ്രീ ടൈം, ഈവനിങ് ടൈം സുഹൃത്തുക്കളായി ഇവർ അങ്ങാടി കറങ്ങാൻ പോകും. ക്യാൻറ്റീൻ ഫുഡ് കഴിച്ച് മരവിച്ച നാവിനൊന്ന് ഉണർത്താൻ വേണ്ടി ഫാസ്റ്റ് ഫുഡ് കടകളിൽ കയറിയിട്ട് ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഷവർമയോ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. കൂടെ നല്ല തണുത്ത ജ്യൂസോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ്, 7up, കൊക്കക്കോള, മിറണ്ട പോലത്തെ പാനീയങ്ങൾ കുടിക്കും. ഇത് സ്ഥിരമായിരുന്നു ഇവർ. അവസാനം ഡോക്ടർമാർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത മാരകമായ ക്യാൻസർ വന്ന് പിടികൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവരെ താമസിപ്പിച്ചിരിക്കുക. ട്രെയിനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സാർ പറഞ്ഞത്, ഇവരെപ്പോഴാ മരിക്കാന്ന് കാത്തിട്ടാ നിൽക്കണത്, ചികിത്സയൊന്നും കൊടുക്കാനില്ല, എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇവർക്ക്. ഇവരെന്താ ആഗ്രഹം പറയുന്നത് അത് ചെയ്തു കൊടുക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ട വരെ 45 പേരാ വന്നത്. 45 പേരാണ് വന്നത്. 3 പേര് മരിച്ചു, ബാക്കി 42 ആളുണ്ട്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ മാരകമായ രോഗത്തിലേക്ക് തള്ളിവിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഉമ്മത്തിന്റെ ദീൻ കാത്തു സൂക്ഷിച്ചതുപോലെ ഉമ്മത്തിന്റെ ശരീരവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗമാണ് ഉലമാക്കൾ. അതിന്റെ ശാസ്ത്ര വഴികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലാണുള്ളത്. എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ സഹോദരൻ പറഞ്ഞത്, അദ്ദേഹം ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം എഴുതി. എഡ്വേർഡ് ജി ബോൺ എന്നത് ക്രിസ്തീയ സഹോദരനാണ്. ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ലോകത്തിന് ഇന്ന് അനുഭവിക്കുന്ന മാരക രോഗങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വഴി ഖുർആന്റെ വഴിയാണ്. ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന ഉലമാക്കളാണ്. നിങ്ങൾക്കല്ലാതെ ആർക്കാ ഖുർആൻ മനസ്സിലാവുക? കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. 10,000 ഡോക്ടർമാര് ശിഷ്യന്മാരായിട്ടുള്ള ഒരു മഹാഗുരുനാഥനായ ഡോക്ടർ CK രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അപ്രസക്തമായി ഇനി മനുഷ്യ സമൂഹത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന വൈദ്യശാസ്ത്രം ഖുർആനിക വൈദ്യശാസ്ത്രമാണ്. റഹ്മത്തുള്ള കാസിമിയുടെ പ്രസംഗമല്ലേ ഇത്? OV വിജയൻ എന്ന് പറയുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയ ലോകമറിയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ രോഗം ശിഫയായതിനെ കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വൈദ്യ വഴിയിലാണ് കൈവിറയാതെ എനിക്ക് എഴുതാൻ പറ്റിയത്. സഹോദരി OV ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സഹോദരി OV ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞത്, 20-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം പൊളിഞ്ഞു. നടന്നില്ല. ഇനി സർവർക്കും ആരോഗ്യം എന്ന സ്വപ്നം, രോഗമില്ലാത്തൊരു സമൂഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്ര രീതികൾ ലോകത്ത് വരട്ടെ. ഇതാര് കൊണ്ടുവരും? നിങ്ങൾക്ക് മാത്രമേ കഴിയൂ.
നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ, ഈ ഇരിക്കുന്ന പണ്ഡിതന്മാര് വേണ്ടാന്ന് വെച്ചാൽ ലോകത്തൊരാൾക്കും ഈ വിജ്ഞാന ശാഖയുടെ ഗുണം ലഭിക്കില്ല. പല കാരണത്താൽ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിൽ പ്രധാനം ഭക്ഷണമാണ്. നമുക്ക് ചില തിരുത്തുകൾ ഇവിടെ ആവശ്യമുണ്ട്. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ശരീരത്തിന് ഗുണപരമായത് മാത്രമേ കഴിക്കാവൂ. ശരീരത്തിന് ദോഷകരമായത് കഴിക്കുന്നതാണ് രോഗത്തിന്റെ കാര്യം. ഞാൻ ചില ഉദാഹരണം മാത്രം പറഞ്ഞ സമയം നമുക്കില്ല. 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണം. 10 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. അതിനിടയിൽ ഉദ്ധരിട്ട് ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി പറയാം. വിഷയം അപൂർണമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രമേഹ രോഗത്തിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. പലർക്കും പ്രമേഹ രോഗമുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ചില കാര്യം ഞാൻ പറയട്ടെ. ഒന്ന്, പ്രമേഹം പൂർണ്ണമായും ശിഫയാവുന്ന രോഗമാണ്. പലരുടെയും തെറ്റുധാരണ പ്രമേഹം ശിഫയാവില്ല എന്നാണ്. പ്രമേഹം പൂർണ്ണമായി ശിഫയാവില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെയാണ് നിരാകരിക്കുന്നത്. ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പാടുണ്ടോ റസൂലുള്ളാഹ് എന്നൊരു ആൾ വന്ന് ചോദിച്ചു. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ് ഇന്നല്ലാഹ അസ്സ വജല്ല ലം യദഉ ദാഅൻ, അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഇല്ലാ വലഅ ലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫയെ കൂടി വെച്ചിട്ടല്ലാതെ. അപ്പൊ മാറാ രോഗം എന്ന ഒരു രോഗമില്ല എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. വിട്ടുമാറാത്ത രോഗമുണ്ടെന്ന് പറയുന്നത് തെറ്റാകും. സർവ്വരോഗത്തിന്റെയും ശിഫയെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. എല്ലാ രോഗത്തിന്റെ ശിഫയുമുണ്ട്. അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് പലരും നിത്യരോഗത്തിലാവുന്നു. അപ്പൊ പ്രമേഹടക്കമുള്ള സർവ്വരോഗവും ശിഫയാവും. പലപ്പോഴും പ്രമേഹ രോഗം വർദ്ധിക്കുന്നതിന്റെ കാരണം ഒന്ന് അവര് അശാസ്ത്രീയമായ മരുന്നുപയോഗിക്കുന്നു. കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബി പത്മകുമാർ, വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ. അപ്പൊ അദ്ദേഹം ആരോഗ്യമാസികയിൽ ഒരിക്കൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത്, ഒരു പ്രമേഹ രോഗി സ്ഥിരമായി ഒരേ മെഡിസിൻ തന്നെ തന്റെ പ്രമേഹം കൺട്രോൾ ആവാൻ വേണ്ടി കഴിച്ചാൽ പ്രമേഹം വിട്ടുപോകില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് ആ മരുന്ന് കൊണ്ട് വലിയ ദുരിതങ്ങൾ വരും, ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും. അയാൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങനെയാ, ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും. അപ്പോ ശരീരത്തിന് ചേരാത്ത മരുന്ന് ഉപയോഗിക്കുന്നതാണ് പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത്. ഒന്ന്. രണ്ടാമത്തത്, ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തതും. പ്രമേഹ രോഗികൾക്ക് മധുരത്തേക്കാൾ അപകടം കൊഴുപ്പുള്ള ഭക്ഷണം. പല ആളുകളും മധുരമില്ലാത്ത ചായ കുടിക്കും, പക്ഷേ പോത്തിറച്ചി കഴിക്കും, ആട്ടിറച്ചി കഴിക്കും, ചെമ്മീൻ കഴിക്കും, അയക്കുറ കഴിക്കും, ആവോലി കഴിക്കും, എല്ലാ കൊഴുപ്പുള്ള വസ്തുക്കളും കഴിക്കും, മൈദയും കഴിക്കും. പ്രമേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളാ പറഞ്ഞത്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത്, പ്രമേഹ അനന്തര രോഗത്തെ വർദ്ധിപ്പിക്കുന്നത്. പലരും പ്രമേഹം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ, പ്രമേഹാനന്തര രോഗം. ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ഫുട്ടോപ്പതി, ഡയബറ്റിക് നെഫ്രോളജി, അതായത് പ്രമേഹം കാരണം കിഡ്നിക്ക് പറ്റുന്ന പ്രശ്നം, പ്രമേഹം കാരണം കരളിന് വരുന്ന പ്രശ്നം, പ്രമേഹം കാരണം നെർവസുകൾക്ക്, ഞരമ്പുകൾക്ക് വരുന്ന പ്രശ്നം. ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട്. ഒരു രോഗമൊന്ന്, അതിന്റെ പിറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പ്രമേഹ രോഗി എന്തായാലും ഹൃദ്രോഗിയാവും. പേടിപ്പിക്കാൻ പറയല്ല, സലാമത്തിന്റെ വഴിയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പറയാണ്. സലാമത്തിന്റെ വഴി ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഔഷധങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ജീവിതക്രമങ്ങളുണ്ട്. ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ്.